ഒറ്റ നിലയിൽ 4 ബെഡ്റൂമോട് കൂടി ഡിസൈൻ ചെയ്തിരിക്കുന്ന നമ്മളുടെ പുതിയ വർക്കിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഇന്നത്തെ റീൽ നമ്മൾ വന്നിരിക്കുന്നത്. ഫോയറിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടെ നമ്മൾ ഫോർമൽ ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഫോയറിൻ്റെ എൻഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടെ നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വന്നിട്ടുള്ള ഈ ഒരു റൂമിൽ നമ്മൾ ബേ വിൻഡോസ് നൽകിയിട്ടുണ്ട്. പ്രൊജക്റ്റഡ് വാൾഡ്രോബ്സിൻ്റെ മിഡിലായിട്ടാണ് ഇവിടെ നമ്മൾ ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡോറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു ഡ്രസ്സിങ് ഏരിയയും അതിൽ നിന്ന് കടക്കുന്നത് പോലെ ബാത്റൂമും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബെഡ് പൊസിഷനിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് ബാത്റൂമിൻ്റെ ഡോറുകൾക്ക് കൊടുക്കാൻ നമുക്കിവിടെ സാധിച്ചിട്ടുണ്ട്. ഫോർമൽ ലിവിങ്ങിൻ്റെ ഫോയറിന് എൻഡിലായിട്ടാണ് നമ്മളിവിടെ ഫാമിലി ലിവിങ് നൽകിയിട്ടുള്ളത്. ഫാമിലി ലിവിങ്ങിൻ്റെ എൻഡിലായിട്ട് നമ്മളിവിടെ ഒരു ചെറിയ പൂജ യൂണിറ്റും അതുപോലെ തന്നെ TV യൂണിറ്റുകളെല്ലാം ഈ ഒരു റൂമിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫാമിലി ലിവിങ്ങിൽ നിന്ന് എൻട്രി കിട്ടുന്നത് പോലെയാണ് നമ്മളുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ ഫർണിച്ചർ അറേഞ്ച്മെൻറ്റും നമ്മൾ നൽകിയിട്ടുള്ളത്. 2 ബെഡ്റൂമിലും ബേ വിൻഡോസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്റ്റോറേജ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വാൾഡ്രോബ്സ് ഒക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മെയിൻ എൻട്രൻസ് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഈ ഒരു ഫോയറിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ യൂണിറ്റുകളും നമ്മൾ അലൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എൻഡിലായിട്ടാണ് നമ്മളുടെ ഫസ്റ്റ് കോർട്ട്യാർഡ് സ്പേസ് നമ്മളിവിടെ നൽകിയിട്ടുള്ളത്. ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ പോർഷനും അതുപോലെ തന്നെ ചെറിയൊരു സിറ്റിംഗ് ഏരിയയും നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ലിവിങ്ങിലേക്കും ഡൈനിങ്ങിലേക്കും ഒരുപോലെ വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കോർട്ട്യാർഡ് സ്പേസ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫാമിലി ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും സെൻട്രലായിട്ട് ഈ ഒരു ചെറിയ യാർഡും അതിനോടനുബന്ധിച്ചൊരു സ്വിങ്ങും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. യാർഡിനോടടുത്ത് വരുന്ന ഈ ഒരു ഡൈനിങ് സെറ്റപ്പിൽ മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിലാണ് ഓരോ ഫർണിച്ചർ അലൈൻമെൻറ്റും നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 4 വശങ്ങളിലായിട്ടുള്ള റൂമുകളിലേക്കുള്ള ആക്സസിന് തടസ്സമൊന്നുമില്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഓപ്പൺ കിച്ചൺ രീതിയിൽ കൊടുത്തിട്ടുള്ള കിച്ചൺ സെറ്റപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളുടെ ഹാൻഡ് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന രീതി തന്നെയാണ് ഈ ഒരു ഹാൻഡ് വാഷ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിനോട് അടുത്തായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു ചെറിയ കോർട്ട്യാർഡ് സ്പേസിന് മാക്സിമം ആംബിയൻസ് കൊണ്ടുവരാൻ നമ്മളിവിടെ ശ്രമിച്ചിട്ടുണ്ട്. ഡൈനിങ് സ്പേസിനോട് അടുത്ത് തന്നെയാണ് അടുത്ത 2 ബെഡ്റൂമുകളും നമ്മളിവിടെ നൽകിയിട്ടുള്ളത്. ആവറേജ് 12 ഫീറ്റ് നീളവും 13 ഫീറ്റ് വീതിയുമാണ് ഓരോ ബെഡ്റൂമുകൾക്കും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിന് പുറമെ ഒരു കോമൺ ടോയ്ലറ്റും നമ്മൾ ഈ ഒരു വീട്ടിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസ് എല്ലാം അടുത്ത റീലിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ പ്ലാനുകൾക്കായിട്ട് മറക്കാതെ പേജ് ഫോളോ ചെയ്യുക. ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങൾ കാണുന്നത്. ബേ വിൻഡോയോട് കൂടി നൽകിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് വിശാലമായ ഒരു വാൾഡ്രോബ് സ്പേസും ഒരു സ്റ്റഡി ഏരിയയും അതിന് പുറമെ ഒരു മിറർ സെറ്റപ്പും നമ്മളിവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അടുത്ത റീലിൽ കാണാം. താങ്ക് യു.